നമ്മുടെ സ്പേസ് മേഖലയിൽ നമ്മുടെ അടുത്ത കാലത്തുണ്ടായ നേട്ടങ്ങൾ, ചന്ദ്രയാൻ, ആദിത്യ, L1, ഗഗൻയാൻ്റെ ടെസ്റ്റ് മിഷനൊക്കെ എനിക്കറിയാം ഇത് ഒരുപാട് ഒരു പബ്ലിക് സപ്പോർട്ട് കിട്ടാനായിട്ട് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ ഈ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ സ്പേസ് മേഖലയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാം, പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ പ്രയോജനം, ആർക്കാണ് പ്രയോജനം. അപ്പോൾ അന്നുള്ള നറേറ്റീവ്സ്, നമ്മുടെ സ്പേസ് മേഖലയിൽ എന്ത് ചെയ്യണമെന്നുള്ള നറേറ്റീവ് എപ്പോഴും സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു 60 വർഷത്തോളമുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഒരു സൊസൈറ്റൽ ആപ്ലിക്കേഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു. നമ്മൾ റോക്കറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്, ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്നതായിരിക്കണം എന്ന രീതിയിലായിരുന്നു നമ്മൾ പ്രവർത്തിച്ചിരുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ 60 വർഷവും നമ്മൾ നടത്തിയിരുന്നതും. അത് കൂടുതലും നടത്തിയിരുന്ന ഗവൺമെൻറ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്, മിനിസ്ട്രികളും ഡിപ്പാർട്ട്മെൻറ്റുകളും. അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം പ്രധാനമായിട്ടും വരാൻ കാര്യം, ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാം അല്ലാതെ മാറുകയും ഇതൊരു ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് മാറുകയും ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ പൊതുവായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചറിയാം, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സ്പേസിൻ്റെ ആക്ടിവിറ്റി നടത്തുന്നത് ഗവൺമെൻറ് മാത്രമല്ല, നാസ അല്ല ശരിക്കും നടത്തുന്നത്. നാസ ഒരു അപ്പെക്സ് ബോഡി ആയിട്ട് ഇരിക്കുകയും എന്നാൽ അത് പ്രൈവറ്റ് ആക്ടേഴ്സാണ് അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതൊരു വലിയ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് മാറുകയും ചെയ്യുന്നു. റോക്കറ്റുകൾ നിർമ്മാണം, ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം, അതിൻ്റെ ആപ്ലിക്കേഷൻ ഡെലിവറി, ഇതെല്ലാം. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം GPS ഇന്നൊരു ഗവൺമെൻറ് പ്രോഗ്രാമായിട്ട് തുടങ്ങിയെങ്കിലും ഇന്നൊരു വലിയൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്. അതുപോലെ റിമോട്ട് സെൻസിങ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇന്നൊരു ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്. കാരണം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇന്നൊരു പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്. പക്ഷേ നമ്മുടെ രാജ്യം ആ രീതിയിൽ അതിനെ നോക്കിക്കാണാത്തത് കൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് വളരെ കുറവാണ്. ഒരു 15,000 കോടി രൂപയാണ് നമ്മുടെ സ്പേസ് മേഖലയിലെ ബഡ്ജറ്റ്. ഇതിനൊരു 10 ഇരട്ടിയാക്കി മാറ്റുക, ഇതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അതനുസരിച്ചുള്ള പ്രോഗ്രാമാണ് ഇനി വരും വർഷങ്ങളിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന റോക്കറ്റുകൾ നിർമ്മാണം, ഉപഗ്രഹങ്ങൾ നിർമ്മാണം ഇനി പ്രൈവറ്റ് മേഖലയിലേക്ക് കൊണ്ടുപോകണം. 2, റിസർച്ച് ആക്ടിവിറ്റികൾ നമ്മൾ കേന്ദ്രീകൃതമായിട്ട് ISRO ചെയ്യണം. 3, നമ്മുടെ സയൻറ്റിഫിക് മിഷനുകൾ വർദ്ധിപ്പിക്കണം. നമ്മളിപ്പോൾ ചന്ദ്രയാൻ പോലെയുള്ള, ആദിത്യ പോലെയുള്ള ഇടയ്ക്ക് വല്ലപ്പോഴും ചെയ്യുന്ന ഒരു സയൻസ് മിഷൻ അല്ല നമുക്ക് വേണ്ടത്. ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള സയൻസ് പ്രോഗ്രാം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ ചൊവ്വ, അതുപോലെ ചന്ദ്രൻ മുതലായവയുടെ എക്സ്പ്ലോറേഷൻ വർദ്ധിപ്പിക്കണം. നമ്മൾക്കൊരു സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ്റെ ആവശ്യമുണ്ട്. അതിലൂടെ നമ്മൾ റിസർച്ച്, സീറോ ഗ്രാവിറ്റി റിസർച്ച്, സ്പേസ് റിസർച്ചിൽ ഇൻഡസ്ട്രികളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സൗകര്യം ഉണ്ടാക്കണം. മനുഷ്യനെ സ്പേസിൽ അയക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതൽ ത്വരിതപ്പെടുത്തണം. അതിനുവേണ്ടി ഗഗൻയാൻ പ്രോഗ്രാമുണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തണം. അപ്പോൾ അത് നമ്മളെ ഒരു ദിവസം ചന്ദ്രനിൽ കാൽകുത്താൻ പറ്റുന്ന തയ്യാറെടുപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അപ്പോൾ 2040 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന, ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള ഒരു വിഷനാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഈ വിഷന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ISRO എല്ലാ സെൻറ്ററുകളും കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് ഈ ഡിസൈനുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പേസ് സ്റ്റേഷൻ നിർമ്മാണം, ചന്ദ്രനിൽ എങ്ങനെ നമ്മൾ കൂടുതൽ മിഷനുകൾ അയക്കാൻ പറ്റും, എങ്ങനെ നമ്മൾ അവിടുന്ന് സാമ്പിൾ കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ നമുക്ക് അവിടെ സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ പറ്റും. ഇത് ഇന്ത്യ മാത്രം ചെയ്യുന്നൊരു കാര്യമായിട്ട് ആരും കണക്കാക്കണ്ട. ഇത് ഇന്ന് അമേരിക്ക, യൂറോപ്പ്, ജപ്പാൻ, ചൈന മുതലായ രാജ്യങ്ങളെല്ലാം ഈ ഫോക്കസിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇനി വരും വർഷങ്ങളിൽ ഒരു സാങ്കേതിക ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറണമെങ്കിൽ അതിൽ സ്പേസ് ഒരു അവിഭാജ്യ ഘടകമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതനുസരിച്ച് ഇവിടെ നിർമ്മാണം, സ്പേസ് ക്രാഫ്റ്റുകളുടെ നിർമ്മാണം, റോക്കറ്റുകൾ നിർമ്മാണം ഒക്കെ നടത്താൻ കഴിയുന്ന, പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഇവിടെ വന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാക്കണം. അതൊരു നമ്മുടെ ഒരു ഗോളാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പ്രോഗ്രാമിൽപ്പെട്ട് റോക്കറ്റുകൾ നിർമ്മാണം എന്തുകൊണ്ട് ഇന്ത്യയിൽ നടത്തിക്കൂടാ, അത് അവർക്ക് ഇന്ത്യയിൽ കൊണ്ടൊന്ന് ലോഞ്ച് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റില്ല, ഇതൊക്കെ ചോദ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഡിസ്കഷനുകൾ നടക്കുന്നുണ്ട്. ബോയിങ് മുതലായ കമ്പനികളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇന്ത്യയിൽ വന്ന് ഈ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും നിർമ്മിച്ച് ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കുക. അപ്പോൾ ഇതൊന്നും പണ്ടൊന്നും ഒരിക്കലും നടക്കാത്തൊരു ചിന്തയായിരുന്നു. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ഞങ്ങളുടെ സ്പേസ് എന്ന് പറയുന്നത്. സീക്രസിയൊക്കെ ചുറ്റും മൂടി വെച്ചിട്ടുള്ള, ഇപ്പോൾ ആ സീക്രസിയുടെ തൂവാലകളൊക്കെ നമ്മൾ മാറ്റി ഇന്ന് ഒരു ഓപ്പൺനെസ്സിൻ്റെ ഒരു സ്വഭാവം നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട്, ഒരു ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് മാറ്റണമെങ്കിൽ ഒരുപാട് പുതു ആക്ടേഴ്സ് ഇതിനകത്ത് കടന്നു വരേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്പുകളും ഇൻഡസ്ട്രികളും കടന്നു വരേണ്ടതുണ്ട്. ഇതൊരു വലിയ പോളിസി മാറ്റമാണ് നമ്മൾ ഈ മേഖലയിൽ ഉണ്ടാക്കുന്നത്.